ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫസ്റ്റ് ഡേ കവറിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഡേ കവർ എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഡേ കവർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു പ്രതിനിധീകരിച്ച് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യദിനം ആ സ്വാതന്ത്ര്യദിനത്തിനെ പ്രതിനിധീകരിച്ച് ചിലപ്പോൾ ഒരു നാണയം ചിലപ്പോഴല്ല നാണയങ്ങളൊക്കെ പുറത്തിറക്കാറുണ്ട്. അതുപോലെ തന്നെ പുറത്തിറക്കുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റമാണ് ഫസ്റ്റ് ഡേ കവർ. നമ്മളെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു വലിയൊരു സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു ആനിവേഴ്സറിയോ ജന്മദിനമോ അല്ലെങ്കിൽ 100ാമത് ജന്മദിനമോ അതിനെയൊക്കെ സംബന്ധിച്ച് പുറത്തിറക്കുന്ന ചില കവേഴ്സ് ഉണ്ട്. അതായത് ഇന്ത്യ പോസ്റ്റ് ഇറക്കുന്ന ചില കവേഴ്സ് ഉണ്ട്. അതിനെയാണ് ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ഡേ കവർ 31/12/1966 എന്നുള്ള ആ ഒരു വർഷവും ഡേറ്റും തീയതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തിനെ സംബന്ധിച്ചിട്ടാണെന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ ഈ ഒരു കവറിൻ്റെ, അതായത് ഒരു എൻവലോപ്പാണ്, ആ ഒരു എൻവലോപ്പാണ് നമുക്കിവിടെ നോക്കി മനസ്സിലാവും, ഇത് എൻവലോപ്പാണ്. അപ്പോൾ ആ ഒരു എൻവലോപ്പിൻ്റെ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തിനെ സംബന്ധിച്ചിട്ടുള്ള എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റാമ്പിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും ആ ഒരു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്കിവിടെ നോക്കി മനസ്സിലാവും ഏഷ്യൻ ഗെയിംസിൻ്റെ ആ ഒരു സ്റ്റാമ്പിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് അതിനെ സംബന്ധിച്ചുള്ള ആ ഒരു സീലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഡേ കവർ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കവറുകളാണ്. ഇതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കളക്ഷനാണ്. ഡിഫറൻറ്റ് ഇയറിലൊക്കെ വരുന്ന ഒരുപാട് ഫസ്റ്റ് ഡേ കവറൊക്കെ പലരും കളക്ഷൻ ചെയ്യുന്നുണ്ട്, ഞാനും കളക്ഷൻ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വളരെ കുറച്ച് കാർഡുകളാണ് പരിചയപ്പെടുത്തുന്നത്, എൻവലോപ്പാണ് പരിചയപ്പെടുത്തുന്നത്. തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് ഓരോരോ എൻവലോപ്പിനെ കുറിച്ചും അതിനുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് പരിചയപ്പെടാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് ഡേ കവറിനെ കുറിച്ചുള്ള ആ ഒരു സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഡേ കവറിൻ്റെ സീലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റിയിലൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ പരിചയപ്പെട്ട ഈ ഒരു സീലെന്ന് പറയുന്നത് നമ്മുടെ ഒളിമ്പിക്കിനെ കുറിച്ചിട്ടാണ്, ആ ഒരു ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചിട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഹോക്കി, അതിൻ്റെ ഒരു സിമ്പിൾ സീൽ തന്നെയായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ഫസ്റ്റ് ഡേ കവർ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന ഈ ഒരു ഫസ്റ്റ് ഡേ കവറാണ്. ഈ ഒരു ഫസ്റ്റ് ഡേ കവർ നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന വർഷം എന്ന് പറഞ്ഞാൽ 27/5/1965 അത്രയും ആ ഒരു പഴയ ഒരു ഫസ്റ്റ് ഡേ കവറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് ഡേ കവറൊക്കെ നമുക്ക് കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് വളരെ കുറവാണ് ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവർ വരുന്നത്. ഇത് എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ജവഹർ ജ്യോതി എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ ജവഹർ ജ്യോതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഓരോരോ സ്റ്റാമ്പും കാര്യങ്ങളും ഈ ഒരു പോസ്റ്റ് കാർഡൊക്കെ വെച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവത്തുള്ളൂ. മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഫസ്റ്റ് ഡേ കവറിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ജവഹർ ജ്യോതി ആ ഒരു പ്രതിനിധീകരിച്ച് നമുക്ക് ആ ഒരു സ്റ്റാമ്പ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാമ്പിൻ്റെ വാല്യൂയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരിക്കും. കളേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് സീൽ നോക്കിയാൽ മനസ്സിലാവും, സീലും ഡിഫറൻറ്റ് വെറൈറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റിയിൽ വരുന്ന ഫസ്റ്റ് ഡേ കവറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവറൊക്കെ കളക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ചാനൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനും ഒരുപാട് ഫസ്റ്റ് ഡേ കവറൊക്കെ കളക്ഷൻ ചെയ്യുന്നുണ്ട്. ഇനിയും കുറച്ചൊക്കെ എനിക്ക് കിട്ടാനുണ്ട്. ഞാൻ ഇയർ വൈസിലാണ് കളക്ഷൻ ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 1960, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയത് 1965, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയത് 1966. ഇങ്ങനെ ഡിഫറൻറ്റ് വർഷങ്ങളിലൊക്കെ വരുന്ന ഓരോരോ ഫസ്റ്റ് ഡേ കവറുകളൊക്കെ ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവറൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത് വളരെ കുറവാണ്. പഴയ ഇഷ്യൂ വരുന്നത് വളരെ കുറവാണ്. പുതിയ ഇഷ്യൂ ഒക്കെ നമുക്ക് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആ പുതിയ ഇഷ്യൂയും നല്ലൊരു കളക്ഷൻ തന്നെയാണ്. എന്നാലും പഴയ ഇഷ്യൂ ഒക്കെ നമ്മൾ കളക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എന്നൊക്കെയുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് ഇറക്കിയ വളരെ നല്ലൊരു നമുക്ക് നല്ലൊരു രീതിയിൽ കളക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഡേ കവറൊക്കെ. എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റിയിലും വർഷങ്ങളും അതുപോലെ തന്നെ റെയർ ഇതൊക്കെ വരുന്നുണ്ട്. റെയർ കാറ്റഗറി വരുന്ന ഫസ്റ്റ് ഡേ കവറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവറൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത് ആർമി പോസ്റ്റൽ സർവീസ് ക്രോപ്സിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ ഫസ്റ്റ് ഡേ കവറാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു വിലന് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഡേ കവറാണ്. ഈ ഒരു ഫസ്റ്റ് ഡേ കവർ പുറത്തിറക്കിയിരിക്കുന്നത് 1/3/1973 നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു സിമ്പിളൊക്കെ വെച്ചിട്ട് ആ ഒരു സ്റ്റാമ്പൊക്കെ നമുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. പോസ്റ്റൽ സർവീസ് ക്രോപ്സ് ഫസ്റ്റ് ആനിവേഴ്സറി പോസ്റ്റൽ സർവീസ് ക്രോപ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു സീലും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഡിഫറൻറ്റിലാണ് ഈ ഒരു ഫസ്റ്റ് ഡേ കവറിലൊക്കെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ കവർ എന്ന് പറയുന്നത് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കളക്ഷനാണ്. ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവറിന് നമുക്ക് കുറഞ്ഞ വിലയ്ക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില ഇയർ വൈസിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് 40 രൂപ മുതൽ 60 രൂപയും, ചിലത് വരുമ്പോഴത്തേക്ക് മാത്രം അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് വരാനുണ്ട്. 100 രൂപ മുതൽ 120. അതിലും നല്ലൊരു റയറിറ്റി വരുന്ന ഫസ്റ്റ് ഡേ കവറൊക്കെ വരുമ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ അതിനേക്കാളും പ്രൈസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫസ്റ്റ് ഡേ കവറൊക്കെ നിങ്ങൾ കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഫസ്റ്റ് ഡേ കവറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.